ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്പിന്നറാണ്. ആൻഡ്രോയിഡിനകത്ത് എങ്ങനെ സ്പിന്നർ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇതാണ് സ്പിന്നർ. സ്പിന്നർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഡ്രോപ്പ് ഡൗൺ ബോക്സ് HTML ഒക്കെ ഒരു സെലക്ടഡ് ടാഗ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ബോക്സ് ആണ് നമ്മൾ സ്പിന്നർ എന്ന് ആൻഡ്രോയിഡിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഇതാണ് ഡ്രോപ്പ് ഡൗൺ ബോക്സ് നമുക്ക് സ്പിന്നർ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്പിന്നർ എങ്ങനെ ലേ ഔട്ടിൽ ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ നേരെ XML ഫയൽ നമ്മൾ ലേ ഔട്ട് എടുക്കുന്നു. നേരെ ഇവിടെ വന്നിട്ട് സെർച്ച് ബാറിൽ വന്നിട്ട് സ്പിന്നർ എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ സ്പിന്നറിന്റെ വിഡ്ജറ്റ്. അത് സെലക്ട് ചെയ്യുന്നു, നേരെ കൊണ്ട് ലേ ഔട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ, ഡ്രോപ്പ് ചെയ്ത് കൊടുത്തു. നമുക്ക് സ്പിന്നറിന് ഒരു ID സെറ്റ് ചെയ്ത് കൊടുക്കാം. സ്പിന്നർ സെലക്ട് ചെയ്ത് അപ്പൊ ഞാൻ ഒരു ID സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ സ്പിന്നറിന് ഡിഫാൾട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് സ്പിന്നറിനെ നമ്മളെ കോഡിലോട്ട് ആഡ് ചെയ്യാം. അപ്പൊ കോഡിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി ലേ ഔട്ട് എടുക്കുന്നു, സ്പ്ലിറ്റ് സ്ക്രീൻ എടുക്കുന്നു, അതിനകത്ത് സ്പിന്നർ സെലക്ട് ചെയ്യുന്നു, ഇവിടെ സ്പിന്നർ കോപ്പി ചെയ്യുന്നു, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു, അതിന്റെ ID നെയിം ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു, ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. കുറച്ച് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി സ്പിന്നറിന്റെ അത് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ അറേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി അറേ ലിസ്റ്റ് ആംഗുലർ ബ്രാക്കറ്റ്, അതിൻ്റെ അകത്ത് അതിന്റെ ടൈപ്പ് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ സ്റ്റോർ ചെയ്യണ ഡേറ്റ ടൈപ്പ് സ്ട്രിങ് ആയിരിക്കും. എന്നിട്ട് അറേക്ക് ഒരു നെയിം കൊടുക്കുകയാണ്, AR എന്ന് കൊടുത്ത്, എന്നിട്ട് ന്യൂ സ്പേസ് അറേ ലിസ്റ്റ് സെമികോളൻ, എന്നിട്ട് ഇവിടെ ഈ ആംഗുലർ ബ്രാക്കറ്റിനകത്തും സ്ട്രിങ് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, അറേ ലിസ്റ്റിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി. ഇനി നേരെ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിന്നറിനെ ലിങ്ക് ചെയ്യിക്കണം. സ്പിന്നറിനെ ലിങ്ക് ചെയ്യിക്കാൻ പോകണം. ഫൈൻഡ് വ്യൂ ബൈ ID r.id. സ്പിന്നറിന്റെ ID സ്പിന്നർ. ഓക്കെ, ഇനി നമുക്ക് അറയ്ക്കകത്ത് വാല്യൂസ് ആഡ് ചെയ്യാം. അപ്പൊ അറയ്ക്കകത്ത് വാല്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ആഡ്. അപ്പൊ എങ്ങനെയാണ് ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അറേ ഒബ്ജക്റ്റ്, നമ്മൾ അറേ ഒബ്ജക്റ്റ് എന്താണ് AR.add. അതിൻ്റെ അകത്തൊരു വാല്യൂ കൊടുക്കാം. ഫസ്റ്റ് ഞാൻ പേര് കൊടുക്കുകയാണ്, എന്റെ ഫ്രണ്ട്സിന്റെ പേര് കൊടുക്കുകയാണ്. അമൽ, കൺട്രോൾ D, നാഫിൽ, അർഷാദ്. ഞാൻ 3 ഫ്രണ്ട്സിന്റെ പേര് കൊടുക്കുകയാണ്. 3 ഫ്രണ്ട്സിന്റെ പേര് ഞാൻ അറേ ഒബ്ജക്റ്റിലോട്ട് ആഡ് ചെയ്തു. ഇനി ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന അറേ ഒബ്ജക്റ്റിലെ ഡീറ്റെയിൽസ് സ്പിന്നറിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അറേ ലിസ്റ്റിലെ ഡീറ്റെയിൽസ് എവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം? സ്പിന്നറിലോട്ട് സെറ്റ് ചെയ്യണം. അപ്പൊ സ്പിന്നറിലും ലിസ്റ്റ് വ്യൂവിലും നമുക്ക് ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനോ റിട്രീവ് ചെയ്യണമെങ്കിൽ നമ്മൾ അറേ അഡാപ്റ്റർ എന്ന് പറഞ്ഞ സംഭവം സെറ്റ് ചെയ്യണം. അപ്പൊ അറേ അഡാപ്റ്റർ യൂസ് ചെയ്താൽ മാത്രം നമുക്ക് സ്പിന്നറിൽ നിന്നോ അല്ലെങ്കിൽ ലിസ്റ്റ് വ്യൂവിൽ നിന്നോ ഡേറ്റാസ് റിട്രീവ് ചെയ്യാനോ സ്റ്റോർ ചെയ്യാനേ സാധിക്കത്തുള്ളൂ. അപ്പൊ നമുക്കൊരു അറേ അഡാപ്റ്റർ ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി അറേ അഡാപ്റ്റർ അതിനുവേണ്ടി ഒരു ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ അറേ അഡാപ്റ്റർ. ന്യൂ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് തോന്നുന്ന ഓപ്ഷൻ വരും. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ അങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കും. നമ്മൾ ഏതിനാണ് അറേ അഡാപ്റ്റർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്? നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്പിന്നറിനാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അതിന് മുമ്പ് ആ അറേ അഡാപ്റ്ററിനെ ഡിഫൈൻ ചെയ്യണം. 3 ആർഗ്യുമെന്റ്സ് ആണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് വെച്ചാൽ ദിസ്. സെക്കൻഡ് ആർഗ്യുമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്പിന്നർ ഏത് ലേഔട്ട് വേണം, ഡ്രോപ്പ് ഡൗൺ ലേഔട്ട് വേണോ, ലിസ്റ്റ് വ്യൂ ലേഔട്ടിൽ വേണോ, അങ്ങനെ ഏത് ലേഔട്ടിൽ വേണോ എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് സെക്കൻഡ് ആർഗ്യുമെന്റ്. ഇപ്പൊ r.layout. സപ്പോർട്ട് സ്പിന്നർ എന്നോ അല്ലെങ്കിൽ സ്പിന്നർ എന്ന് ടൈപ്പ് ചെയ്താലും അല്ലെങ്കിൽ സപ്പോർട്ട് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് വരും. അതിനകത്ത് ആദ്യത്തെ ഓപ്ഷൻ support_symbol_spin_dropdown_item. ഫസ്റ്റത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 2 ആർഗ്യുമെന്റ് നമ്മൾ പാസ് ചെയ്തു. ഫസ്റ്റ് ആർഗ്യുമെന്റ് ദിസ്, രണ്ടാമത്തെ ആർഗ്യുമെന്റ് ആ ലേഔട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഡ്രോപ്പ് ഡൗൺ ലേഔട്ട് ആണ് നമുക്ക് വേണ്ടത്. ഇനി ആ അറേ അഡാപ്റ്ററിനകത്ത് വാല്യൂസ് പാസ് ചെയ്യണം. നമ്മൾ വാല്യൂസ് എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്? അറേ ലിസ്റ്റിന്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ അറേ ലിസ്റ്റിന്റെ ഒബ്ജക്റ്റ് ഇവിടെ പാസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ അറേ ലിസ്റ്റിന്റെ ഒബ്ജക്റ്റ് എന്തിനാണ്? AR. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഡീറ്റെയിൽസ് സ്പിന്നറിലോട്ട് സെറ്റ് ചെയ്യണം. അപ്പൊ ഈ ഡേറ്റാസ് നമ്മൾ സ്പിന്നറിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി സ്പിന്നറിന്റെ ഒബ്ജക്റ്റ് വിളിച്ച് സ്പിന്നർ.സെറ്റ് അഡാപ്റ്റർ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡീറ്റെയിൽ സ്പിന്നറിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റ് അഡാപ്റ്ററിന്റെ അകത്ത് നമ്മൾ എന്ത് വാല്യൂ പാസ് ചെയ്ത് കൊടുക്കും? അറേ അഡാപ്റ്ററിന്റെ ഒബ്ജക്റ്റ് നെയിം പാസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളെ പ്രോഗ്രാമിന് ഔട്ട്പുട്ട് റണ്ണായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ സ്പിന്നർ. ഇതല്ല, ഇത് ടെക്സ്റ്റ് വ്യൂ ആണ്. ഇതാണ് സ്പിന്നർ. നമുക്ക് ഡ്രോപ്പ് ഡൗൺ ബോക്സും കിട്ടിയിട്ടുണ്ട്. നമ്മൾ അറേക്കകത്ത് പാസ് ചെയ്ത 3 വാല്യൂസും വന്നിട്ടുണ്ട്, അമൽ, നാഫിൽ, അർഷാദ്. ഇനി വേണമെങ്കിൽ വാല്യൂസ് ഇനി ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും കൂടി ഒരു പേര് ആഡ് ചെയ്താൽ മതി. ആദി, ഞാൻ വേറെയുള്ള പേരും കൂടി ആഡ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് റൺ കൊടുത്തു. അപ്പൊ വാല്യൂസ് നമുക്ക് അറേ ലിസ്റ്റിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്പിന്നറിലോട്ട് ഇങ്ങനെ ഡൈനാമിക് ആയിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ,
അപ്പൊ ഇത്രയേ ഉള്ളൂ ഒരു സ്പിന്നർ ക്രിയേറ്റ് ചെയ്യാനും അതിനകത്ത് വാല്യൂസ് സെറ്റ് ചെയ്യാനും. ഇനി നമുക്ക് ഈ വാല്യൂസ് റിട്രീവ് ചെയ്യണം, സെലക്ട് ചെയ്തെടുക്കണം. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാഫിൽ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ടോസിന്റെ അകത്ത് നാഫിൽ നിന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കണം. അപ്പൊ നമുക്കൊരു സ്പിന്നറിന്റെ അകത്ത് സെലക്ടഡ് ഐറ്റംസ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്പിന്നറിൽ നിന്ന് ഒരു സെലക്ടഡ് ഐറ്റംസ് എങ്ങനെ എടുക്കാം, അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി സ്പിന്നർ ഒബ്ജക്റ്റ് വിളിച്ചിട്ട് ഡോട്ട് സെലക്ട് അല്ല, സെറ്റ് ഓൺ ഐറ്റം സെലക്ടഡ് ലിസണർ എന്ന് അടിക്കുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് വരും. അത് സെലക്ട് ചെയ്യണം. എന്നിട്ട് ന്യൂ സ്പേസ് അഡാപ്റ്റർ വ്യൂ ഡോട്ട് ഓൺ ഐറ്റം സെലക്ടഡ് ലിസണർ. ഈ ഒരു സാധനമാണ് സെലക്ട് ചെയ്യാറുള്ളത്. അഡാപ്റ്റർ വ്യൂ ഡോട്ട് ഓൺ ഐറ്റം സെലക്ടഡ് ലിസണർ, അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് കുറച്ച് കോഡ് ജനറേറ്റ് ആകും. അപ്പൊ നമുക്ക് രണ്ട് മെത്തേഡാണ് ജനറേറ്റ് ആയിട്ടുള്ളത്, രണ്ട് ഫംഗ്ഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഒന്ന് ഓൺ ഐറ്റം സെലക്ടഡ്. ഒരു ഐറ്റം സെലക്ട് ചെയ്തെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ കോൾ ആവും, ഒന്ന് സെലക്ട് ചെയ്തില്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ കോൾ ആവും. അപ്പൊ നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് ആണ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? സ്പിന്നറിൽ ഒരു വാല്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പൊ വാല്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഐറ്റം ക്ലിക്ക് ചെയ്യുമ്പോൾ, അപ്പൊ ആ ഒരു ഫംഗ്ഷൻ മെത്തേഡാണ് ഇത്. അപ്പൊ ഇതിന്റെ അകത്താണ് നമ്മൾ കോഡ് എഴുതുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്പിന്നറിൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്തേക്കുന്നത് ഒരു അറേ ലിസ്റ്റിന്റെ ഫോർമാറ്റിലാണ്. അപ്പൊ അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ സ്റ്റോർ ചെയ്തേക്കുന്നത് ഈ ഒരു വാല്യൂക്കകത്താണ്. ഈ ഐ എന്നുള്ള വാല്യൂക്കകത്താണ് അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടോസ് ഇവിടെ ഈ ടെക്സ്റ്റിന്റെ അവിടെ നമുക്ക് ഐ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എററേ വരത്തുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആൻഡ്രോയിഡിന്റെ അകത്ത് വാല്യൂസ് എടുക്കുന്നത് സ്ട്രിങ്ങിലായിരിക്കും, വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യുന്നത് സ്ട്രിങ്ങിലായിരിക്കും. അപ്പൊ നമുക്ക് സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യാം. സ്ട്രിങ് ഡോട്ട് വാല്യൂ ഓഫിനകത്ത് ഐ കൊടുക്കാം. എന്നിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കാരണം 0 ഒന്ന് സെലക്ട് ആയി. കാരണം അമൽ എന്ന് പറഞ്ഞാൽ ഒരു അറയ്ക്കകത്ത് എടുക്കുമ്പോൾ ഫസ്റ്റ് ഈ ടോപ്പിൽ ഇരിക്കുന്ന 0, സെക്കൻഡ് 1, 2, 3 ആണ്. ഇപ്പൊ ഞാൻ അർഷ സെലക്ട് ചെയ്താൽ എനിക്ക് 2 കാണിക്കും. അപ്പൊ ഇതിന് ഇൻഡെക്സ് പൊസിഷൻ എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഐക്കകത്തായിരിക്കും. അപ്പൊ നമുക്ക് ഇൻഡെക്സ് പൊസിഷൻ വെച്ചിട്ട് അതിലെ വാല്യൂസ് റിട്രീവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ അറേ ലിസ്റ്റിനകത്തുള്ള രണ്ടാമത്തെ പൊസിഷൻ അല്ലെങ്കിൽ 0th പൊസിഷനിൽ ഇരിക്കുന്ന അമലും 3rd പൊസിഷനിൽ ഇരിക്കുന്നത് ആദ്യമായിരിക്കും. അപ്പൊ അറയിൽ നിന്ന് ഈ വാല്യൂ, ഈ പേര് മാത്രം എങ്ങനെയാണ് റിട്രീവ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിനകത്ത് അറയ്ക്കകത്ത് വേറൊരു മെത്തേഡ്, അറേ ലിസ്റ്റിന് വേറൊരു മെത്തേഡ് ഉണ്ട്. അറേ ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് ഐ എന്ന് കൊടുത്താൽ മതി. ഗെറ്റ് ഐ കൊടുക്കാൻ ഗെറ്റ് മെത്തേഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഇൻഡെക്സിന്റെ അകത്ത്, ആ ഇൻഡെക്സ് പൊസിഷന്റെ അകത്ത് ഏത് വാല്യൂ ഇരിക്കുമോ അതായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ അറേ ഡോട്ട് ഗെറ്റ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നാഫ് എന്ന് കാണിച്ചു തരും. ഇപ്പൊ അറേ ലിസ്റ്റ് ഡോട്ട് ഗെറ്റ് 2 എന്ന് കൊടുത്ത അക്ഷരം. അപ്പൊ ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് ഒരു ഇൻഡെക്സിന്റെ അകത്തുള്ള വാല്യൂസ് നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഓക്കെ, അത് ഓട്ടോമാറ്റിക് ആയിട്ടൊന്ന് സെലക്ട് ആയി. ഇപ്പൊ ഞാൻ നാഫിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നാഫിൽ നിന്ന് വരും. കാരണം ഇത് എങ്ങനെയാണ് എടുക്കണം? ഫസ്റ്റ് ഇതിന്ന് ആ ഒരു പൊസിഷൻ എടുക്കും. ആ പൊസിഷൻ എടുത്തിട്ട് ഏത് ഒബ്ജക്റ്റ് ആയിട്ട് നോക്കും? അറേക്കകത്ത് ആ ഒരു ഐ എന്നുള്ള പൊസിഷന്റെ അകത്ത് ഏത് വാല്യൂ ഇരിക്കുമോ അതായിരിക്കും ഗെറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നിന്ന് അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ എടുക്കും. ഇവിടെ നിന്ന് അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ എടുത്തിട്ട് ആ പൊസിഷൻ ഏതിലോട്ട് പാസ് ചെയ്യും? നമ്മൾ അറേ ലിസ്റ്റിനകത്താണ് നമ്മൾ ഈ പേരെല്ലാം സ്റ്റോർ ചെയ്തേക്കണം. എന്നിട്ട് ആ ഇൻഡെക്സ് പൊസിഷനകത്ത് ഏത് പേരുണ്ടോ അത് റിട്രീവ് ആവും. അപ്പൊ ഇതാണ് സ്പിന്നർ ക്രിയേറ്റ് ചെയ്യുന്നതും അറേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും എങ്ങനെ സ്പിന്നറിനകത്ത് ഡേറ്റ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സ്പിന്നറിനകത്ത് ഡേറ്റ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ആ സ്പിന്നർ ക്ലിക്ക് ചെയ്യുമ്പോൾ, ആ സ്പിന്നർ എന്ന് ഒരു ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതെങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ എങ്ങനെ തിരിച്ചറിയാം, അത്രയും കാര്യമാണ് ഈ വീഡിയോയിലുള്ളത്.